രാജഹംസനേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി. 8 വയസ്സ് തൊട്ടൊക്കെയാണ് കർണാട്ടിക് പഠിക്കാൻ പറ്റുള്ളൂ. തോമസ് അച്ഛനെയാണ് ആദ്യമായിട്ട് കണ്ടത്. ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ സെലക്ഷൻ കിട്ടിയവർക്ക് AR റഹ്മാൻ സാറിന്റെ കൂടെ പാടാൻ അവസരം ഉണ്ടായിരുന്നു. സ്റ്റേജ് കണ്ട അപ്പൊ പാടണം. മൈക്ക് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് മുന്നൊരു MG ശ്രീകുമാർ സാറിന്റെ ഓഡീഷൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്നേഹർ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു അല്ലേ ആ ഒരു ഫസ്റ്റ് ടോപ്പ് സിംഗർ? വനായിട്ട് ചാൻസ് കിട്ടിയാൽ ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കേൾപ്പിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ തൊട്ടിങ്ങനെ മൂളി നിൽക്കും. അപ്പോൾ എല്ലാ പ്രോഗ്രാംസും വരുമ്പോ പാടാൻ വിളിക്കും. വെൽക്കം ടു സ്റ്റോറി സോ. ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനുള്ളത് ഒരു കുട്ടി പാട്ടുകാരിയാണ്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ആ ഒരു പാട്ടുകാരി സ്നേഹ ജോൺസൺ. വെൽക്കം. ഹലോ, താങ്ക് യു. സ്നേഹ ഇത്ര നാള് എവിടെയായിരുന്നു? കാണാനില്ല സ്നേഹനെ. അത് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ 10th കഴിഞ്ഞ് +1 പഠിക്കുന്നത്. അപ്പോ കുറെ ക്ലാസ്സും ഒക്കെ മിസ്സായതുകൊണ്ട് അങ്ങനെ പഠിത്തത്തിന്റെ ഒരു ഇതിലായിരുന്നു ഞാൻ. അതെ, അതാണ് സ്നേഹനെ കാണാത്തത്. സ്നേഹനെ എല്ലാവരും സെർച്ച് ചെയ്യാണ്, എവിടെ സ്നേഹ എന്ന് പറഞ്ഞിട്ട്. എത്ര പാട്ടുകളാണ് ഞങ്ങൾക്ക് കിട്ടിയത് സ്നേഹയുടെ കയ്യിൽ നിന്ന്. അപ്പോ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ പറയും. ഇപ്പോ ഞാനിപ്പോ +1 പഠിക്കുന്നത്, തൃശ്ശൂര് വിവേകോദയത്തില്. അപ്പോ അവിടെ നല്ല ഫ്രണ്ട്സും കുറെ നല്ല സപ്പോർട്ടുള്ള ടീച്ചേഴ്സും ഒക്കെയാണ്. അപ്പൊ ഞാനിപ്പോ പഠിത്തമാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. മുഴുവൻ പഠിത്തത്തിലാണ്. പാട്ടൊക്കെ എങ്ങനെ പോകുന്നു? പാട്ടൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ ഇപ്പോഴും? പാട്ടോ? പാട്ട് പഠിച്ചു തുടങ്ങണം. നല്ലൊരു ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞാ പാട്ട് തുടർന്ന് കൊണ്ടുപോകണം. ഒരു ഗ്യാപ്പ് ഇട്ടേക്കാണ്, കുറച്ച് കഴിഞ്ഞ് തുടങ്ങണം. സ്നേഹരെ ശരിക്കും പറഞ്ഞ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അപ്പൊ അതിലേക്കൊക്കെ എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? അതിലേക്ക് എത്തിപ്പെട്ടത് ഫ്ലവേഴ്സ് ചാനൽ തുടങ്ങണ സമയമായിരുന്നു. അപ്പൊ കുറച്ച് ഷോകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ പരസ്യം വെച്ച് നോക്കിയപ്പോ ഏഷ്യാനെറ്റ് ആണ് TV വെക്കുമ്പോ അന്ന് കാണാറ്. അപ്പൊ എന്റെ അമ്മാമ്മയും അപ്പാപ്പനും ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോ അങ്ങനെ അമ്മാമ അങ്ങനെ TV മാറ്റി വെച്ച് നോക്കിയപ്പോ പുതിയൊരു ചാനൽ ഫ്ലവേഴ്സ് കണ്ടു. അപ്പൊ അതിന്റെ അടിയിലൊരു ആഡ് ഇങ്ങനെ വന്നു. ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ സെലക്ഷൻ കിട്ടിയവർക്ക് AR റഹ്മാൻ സാറിന്റെ കൂടെ പാടാൻ അവസരം ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു അതിൽ കണ്ടത്. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് സ്റ്റേജ് കണ്ട അപ്പൊ പാടണം. മൈക്ക് എനിക്ക് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അമ്മാമ്മയും അപ്പാപ്പനും അമ്മയും അങ്കിളും മേമയും എല്ലാവരും വീട്ടിലെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. പാടുന്നവരാണോ എല്ലാവരും? എന്റെ മേമ നന്നായി പാടും, അമ്മയും അമ്മൂമ്മയും കുറച്ച് പാടും. അപ്പൊ എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ തൃശ്ശൂര് പൂരം ഹോട്ടലിലായിരുന്നു ഓഡീഷൻ നടന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവര് വീണ്ടും വിളിച്ചു. അപ്പൊ എറണാകുളത്ത് വേറൊരു ഓഡീഷന് പോയി, ഗ്രാൻഡ് സീസൺ മെർമെയ്ഡ് ഹോട്ടലില്. അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരിങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും വിളിച്ചോണ്ട് നിന്നു. അങ്ങനെ ഒരു കുറെ ഓഡീഷന് പോയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഫുൾ എറണാകുളത്തായിരുന്നു മെർമെയ്ഡ് ഗ്രാൻഡ് സീസൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടെലികാസ്റ്റ് ചെയ്യുന്ന TV-യിലെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അതിന് മുന്നൊരു MG ശ്രീകുമാർ സാറിന്റെ ഓഡീഷൻ ഉണ്ടായിരുന്നു. 50 പേരെ സെലക്ട് ചെയ്യുന്ന ഒരു ഓഡീഷൻ. ആ ഓഡീഷന് പോയിട്ട് പാടി അവിടുന്ന് ഒരു മെഡലൊക്കെ, അതിപ്പോഴും എന്റെ വീട്ടിലിരിക്കുന്ന ഒരു ടോപ്പ് സിംഗറിന്റെ ഒരു മെഡല്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്ക് TV-യിലേക്ക് വരുന്നത്. അവിടെ വന്നു. അപ്പൊ അന്ന് ഞാൻ MG ശ്രീകുമാർ സാറ്, MG അങ്കിള്, പിന്നെ MG ജയചന്ദ്രൻ അങ്കിള്, സിത്താര ആന്റി, ഒരു 3 ആളായിരുന്നു. ഞാൻ പാടിയ പാട്ട് ഫേവറേറ്റ് റൗണ്ടില് സ്വർണ്ണമുഖിലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടും, പിന്നെ പെർഫോമൻസ് റൗണ്ടില് ഒത്തിരി എന്നുള്ള പാട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സെലക്ഷൻ എപ്പിസോഡ്. അപ്പൊ ആ ഒരു സെലക്ഷൻ കിട്ടിയാലത്തെ ആ ഒരു പെർഫോമൻസ് ചെയ്ത ആ ഒരു പാട്ടുണ്ടല്ലോ, അതൊന്ന് നമുക്ക് കേട്ടാലോ? ഫസ്റ്റ് ഐശ്വര്യമായിട്ട് ആ പാട്ടിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ പാടത്തെ. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ, കുഞ്ഞു കിനാവുകൾ കൂടണയുന്നൊരു മഞ്ഞു നിലാവിൽ ചേക്കേറാം, കുറുവാൽ പറവകൾ നീന്തി നടക്കും നഗരസരീത്തിൽ നീരാടാം. ഒത്തിരി സ്വപ്നങ്ങൾ പൂഞ്ചിപ്പിലൊളിച്ചു കളിച്ചൊരു വർണ്ണങ്ങൾ.
സൂപ്പർ. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് സ്നേഹയുടെ പാട്ട് നേരിട്ട് കേൾക്കുന്നത്. അടിപൊളിയായി, ചക്കരയായിട്ട്. താങ്ക് യു. അപ്പോ അതില് ശരിക്കും പറഞ്ഞാൽ സ്നേഹ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു അല്ലെ ആ ഒരു ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അവിടെ കുറെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ അല്ലെ? എല്ലാവരും നമ്മളെന്നും ടി വി കൂടെ കണ്ടോണ്ടിരിക്കുന്ന കുട്ടിപ്പട്ടാളം മുഴുവനായിരുന്നു നിങ്ങൾ. അപ്പൊ അതിലത്തെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതില് ഞങ്ങക്ക് സ്കൂളില് പോവാല് ഉണ്ടായിരുന്നില്ല ശരിക്കും. ഒരു 6ാം ക്ലാസ് തൊട്ട് ഒരു 8ാം ക്ലാസ് ഒക്കെ വരെ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ സ്കൂളിലത്തെ ഫ്രണ്ട്സിനേക്കാളും കൂടുതൽ ആ സമയത്ത് അറ്റാച്ച്മെന്റ് കൂടുതൽ ഇവരോടായിരുന്നു. കുറെ പേരുണ്ട് ഫ്രണ്ട്സ് ആയിട്ട്. പക്ഷെ ഇപ്പോ എല്ലാവരും പഠിപ്പും അതൊക്കെ ആയിട്ട്. അതാണ് ആ ഒരു സമയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെല്ലാവരും ടി വിയിൽ കാണുമ്പോഴാണ് ഞങ്ങള് അവരൊക്കെ എന്ത് രസമായിട്ടാ പാടുന്നല്ലേ മക്കള് അങ്ങനെയൊക്കെ തോന്നുന്നേ. ഇപ്പോ നമുക്ക് ശരിക്കും നമ്മുടെ ആ ഒരു ഫ്ലവേഴ്സ് ആ ഒരു പ്ലാറ്റ്ഫോമിനെ മിസ് ചെയ്യണ്ടോ? നന്നായി മിസ് ചെയ്യുന്നുണ്ട്. പോവാനായിട്ട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പോവും, തീർച്ചയായിട്ടും പോവും. നമ്മുടെ ജഡ്ജസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ജഡ്ജിങ് പാനലൊക്കെ ആയിരുന്നു. അവരെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജഡ്ജസ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞങ്ങള് ചെറിയ കുട്ടികളാണല്ലോ, അപ്പൊ അവര് പാടാൻ കയറുമ്പോ ഭയങ്കര സപ്പോർട്ടാ. സ്നേഹക്കുട്ടി ഒന്നും പേടിക്കണ്ട, നന്നായി അങ്ങനെ പറഞ്ഞിട്ട് അവര് MG അങ്കിളായാലും സിത്താരാന്റെ പിന്നെ ഒരു കുറെ എപ്പിസോഡ് കഴിഞ്ഞപ്പോ പോയോ. അതിന് പകരം മധു ബാലകൃഷ്ണൻ അങ്കിളായിട്ടൊക്കെ ഇപ്പോഴും നല്ല കൂട്ടാണ്, കോണ്ടാക്ട് ഉണ്ട് അവരൊക്കെ ആയിട്ട് ഇപ്പോഴും. നമ്മുടെ ശ്രീകുമാർ സാർ എങ്ങനെയാണ്? ആള് ഭയങ്കര അതിൽ കാണുന്ന പോലെ തന്നെയാണോ? നല്ല ഫ്രണ്ട്ലി ഒക്കെ തന്നെയാണോ? എപ്പോഴും ഒരു ഡൗട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നമ്മുടെ സ്റ്റാർ സിംഗറും അതേപോലെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ശ്രീകുമാർ സാർ അത് ശരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സാറൊക്കെ എങ്ങനെയാണ് ശരിക്കും? അങ്കിളൊക്കെ നല്ല കമ്പനിയാണ്. പുറത്തേക്ക് കാണുമ്പോഴായാലും. അപ്പൊ അന്ന് ഞാൻ രാജഹംസമേ പാടി ആ സമയത്ത് അങ്കിള് പറഞ്ഞു, മോളെ ഇനി ഞാൻ വീണ്ടും എന്തായാലും എവിടെയെങ്കിലും വെച്ച് പ്രോഗ്രാംസിന് കാണുമ്പോ ഈ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത് കേൾപ്പിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ നല്ല നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണ്. അതെ, അവരൊക്കെ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്ട്സ് സ്നേഹയ്ക്ക് ഉണ്ട്. മധുവങ്കളൊക്കെ ആയിട്ട് നല്ല കോണ്ടാക്ട്സ് ആണ്. അങ്ങനെയാണ് 2017 എനിക്ക് തോന്നുന്നു ടോപ്പ് സിംഗറിന് മുന്നാണ് സ്നേഹയുടെ സോങ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു അല്ലെ, ഫിലിമിലെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് അതില് എങ്ങനെയാണ് വന്നതൊക്കെ കാര്യങ്ങള്? അത് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെറുപ്പത്തിലാണ് ഒരു അത് ഞാൻ ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത് അമൽ ആന്റണി സാറിന്റെ അടുത്താണ്. തൃശ്ശൂരുള്ള അമൽ ആന്റണി അഗസ്റ്റിൻ എന്റെയും സാറാണ് കേട്ടോ അദ്ദേഹം. ശരിക്കും ഒരുപാട് പേരെ ചെറുപ്പത്തിലാണെങ്കിൽ കൂടി ഒരുപാട് പേർക്ക് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നല്ലൊരു ആർട്ടിസ്റ്റ്. അല്ലെങ്കിൽ എന്താ പറയാ, അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് വാക്കുകൾ തന്നെ ഇല്ല. കാരണം അത്രയും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൽ ആന്റണി അഗസ്റ്റിൻ. അപ്പൊ അദ്ദേഹത്തിനെ ആയിരുന്നു ആദ്യം പഠിച്ചത് സ്നേഹ ആളുടെ അടുത്തായിരുന്നു അല്ലെ? അപ്പൊ സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചേ. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഔസേപ്പച്ചൻ സാറ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്ന ഫിലിമില് കോറസ് ആയിട്ടാണ് പോയത്. പക്ഷെ എല്ലാം ഏകദേശം എന്റെ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയായിരുന്നു. ആ സിനിമയില് 3 പാട്ടുണ്ടായിരുന്നു. അത് കോറസ് എന്ന് പറയുമ്പോ കുറച്ച് ഭാഗമല്ല, പാട്ട് ഫുള്ള് കോറസ് ആണ്. അതില് ഒരു പാട്ട് ശ്രേയ ജയദീപ് ആയിരുന്നു മെയിൻ ആയിട്ട് പാടിയത്, ഒരു പ്രയർ സോങ് പോലെ. ബാക്കിയുള്ള 2 പാട്ടും ഫുള്ള് കോറസ് ആയിരുന്നു. ആ പാട്ട് കുട്ടികളായിട്ടുള്ള ഒരു സീൻ. ഇല്ലില്ലം ചൊല്ലുന്ന 1 2 3 അതൊക്കെ കുട്ടികളുടെ ഒരു പാട്ടുകളായിരുന്നു അതൊക്കെ. അപ്പൊ അതിലത്തെ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാവോ? അതിലത്തെ പാടാം. അതിലത്തെ ഞാൻ പ്രയർ സോങ് പാടാം. ഓക്കെ. ഹൃദയദീപം തെളിയണേ, കണ്ണിനീരുളുമാക്കാൻ കഴിയണേ. ഹൃദയദീപം തെളിയണേ, കണ്ണിനീരുളുമാക്കാൻ കഴിയണേ. അമ്മയിൽ നട്ടതെല്ലാം നന്മയായി പുലരണേ. ഹൃദയദീപം തെളിയണേ, കണ്ണിനീരുളുമാക്കാൻ കഴിയണേ. എന്തായാലേ പറയാ, നല്ലൊരു മഴ പെയ്തൊക്കെ തുറന്ന ഒരു പ്രതീതിയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള നല്ല ശബ്ദമാണ് കേട്ടോ സ്നേഹയുടെ. രക്ഷയില്ല, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അമ്മയുടെ പാട്ടാണ് പാടിയത്. അമ്മയും മോളും തമ്മിലുള്ള ഒരു ബോണ്ടൊക്കെ എങ്ങനെയാ? അമ്മയാണോ സപ്പോർട്ടീവ്
ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾ അമ്മയാണോ? തീർച്ചയായിട്ടും അമ്മയായിരിക്കും. അമ്മ പിന്നെ കൂടെ വന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അമ്മയുടെയും അപ്പച്ചന്റെ ഒക്കെ ഓരോ വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടില് എല്ലാവരും നല്ല ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ തൊട്ടിങ്ങനെ മൂളി നിൽക്കും. അപ്പൊ അവർക്കും അറിയാം എനിക്ക് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ അതിനനുസരിച്ച് അവരെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമ്മയായാലും പിന്നെ എന്റെ അങ്കിള്, അപ്പാപ്പൻ അടുത്താണ് മരിച്ചത്. എനിക്ക് ഭയങ്കര ഒരു വിഷമം ആയിരുന്നു. അമ്മാമ്മയും അപ്പാപ്പനാണ് എന്നെ ആ ഫ്ലവേഴ്സിന്റെ സമയത്ത് ഫുള്ള് കൊണ്ടുപോയിണ്ടായിരുന്നത്. പിന്നെ ലീവ് അനുസരിച്ചിട്ട് അമ്മയും അങ്കിളും മേമയും വീട്ടുകാരുള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ പാടിയത്. അമ്മയുടെയും അപ്പച്ചന്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ഭയങ്കര വലിയ തന്നെയായിരുന്നു അല്ലെ ആ ഒരു ടൈമിലും ഇപ്പോഴും ഒക്കെ? ഇപ്പോഴും അതെ. നമ്മുടെ സ്കൂൾ സ്നേഹരെ പഠിക്കുന്ന സ്കൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ എങ്ങനെയാണ് സ്നേഹനെ ഇപ്പോഴും പാട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് സ്നേഹ പാടണം സ്കൂളിലൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ഒന്ന് പറയൂ. അവര് എന്താ പറയാ, ഞാൻ ഈ +1 വിവേകോദയത്തിൽ ചേർന്നത്. അതുവരെ ഞാൻ സേക്രഡ് ഹാർട്സിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ +1 വിവേകോദയത്തിലേക്ക് വന്നപ്പോ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര എന്താ പറയാ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എല്ലാ പ്രോഗ്രാംസും വരുമ്പോ പാടാൻ വിളിക്കും. അപ്പൊ അവരിങ്ങനെ ടോപ്പ് സിംഗറിൽ പോയൊരു കുട്ടിയാണെന്ന് ആദ്യം അവർക്ക് അറിയണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിങ്ങനെ അറിഞ്ഞതാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര സപ്പോർട്ടാ. പിന്നെ ക്ലാസ് ഒക്കെ ഇടയ്ക്ക് പോവും ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിന് വരുമ്പോ. അപ്പൊ അവർക്ക് പ്രശ്നമായി. പക്ഷെ പറയും നന്നായി പഠിക്കണം, മാർക്കില്ലെങ്കിൽ ഒരു ഇതാണ് പ്രശ്നമാവുന്നേ. മാർക്ക് വേണം, പക്ഷെ പാടാനും പോണം. രണ്ടും നന്നായി കൊണ്ടുപോകണം എന്ന് പറയും. എന്റെ സ്കൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും പ്രിൻസിപ്പൽ ടീച്ചർ ആയാലും ഒക്കെ നല്ല സപ്പോർട്ടീവ് ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഇടയിലൊക്കെ പാടാറുള്ള പാട്ടുകൾ ഏതൊക്കെയാ? മെലഡി തന്നെയാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് നേരത്തെ ആ ഫസ്റ്റത്തെ പാട്ട് പോലെ ഒരു മെലഡി അവര് പറയുമ്പോ അവർക്ക് ഇഷ്ടമുള്ള അങ്ങനെ നല്ല പാട്ടുകൾ മെലഡി പാടാറുണ്ട്. പിന്നെ രാജഹംസം പിന്നെ എപ്പോഴും പാടുന്നതാണ്. അത് ആദ്യമേ തന്നെ നമ്മൾ പാടിക്കേണ്ടത് രാജഹംസ ആയിരുന്നു ശരിക്കും. ആ ഒരു ഐഡന്റിറ്റി സോങ് രാജഹംസ ആണ്. പക്ഷെ ഇനി രാജഹംസം കേട്ടതിന് ശേഷം ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നേ ഉള്ളൂ. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ? എവിടെ എൻ്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. സൂപ്പർ. ഇവിടെ കൈയടിക്കാനായിട്ട് ഞാനും എൻ്റെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിഷമാണ് എനിക്കിപ്പോ. ശരിക്കും അടിപൊളി കേട്ടോ. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഞാൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, സ്നേഹ പാടിയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് സ്നേഹയുടെ പല എപ്പിസോഡ്സിലായിട്ട് വന്നിട്ടുള്ള കുറച്ച് കമന്റ്സുകളാണ്. അപ്പൊ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ചോദിക്കാം സ്നേഹയുടെ അടുത്ത്. ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു കമന്റ് ആണിത്. എൻ്റെ അമ്മയ്ക്ക് സ്നേഹക്കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ വലിയ ഒരു ആഗ്രഹമാണ് മോളെ കണ്ട് ഒരു ഉമ്മ തരണം എന്നുള്ളത്. സ്നേഹയ്ക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു കമന്റിനോട്? ഈ ഒരു കമന്റ്, പാട്ട് കേട്ടിട്ട് സ്വന്തം വീട്ടിലത്തെ മോളുടെ പോലെയാണ്. ഇങ്ങനെ ഓരോ അമ്മമ്മമാരൊക്കെ വന്ന് പറയുമ്പോ എന്താ പറയാ, ഭയങ്കര സന്തോഷം. എന്നെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നറിയണേല്. ആ ഒരു പാട്ട് അമ്മയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഫേവറേറ്റ് സോങ് ഉണ്ടായിരുന്നു. ആ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ? അപ്പൊ സ്നേഹയുടെ കേൾക്കാം. പുണ്യാരാരിരോ തങ്കമാരാരിരോ എന്റെ പിഞ്ചോമന പൂങ്കുരുന്നാരാരിരോ കൊച്ചു പൊന്നും കിനാവിന്റെ പൂമഞ്ചലിൽ 7 ലോകങ്ങളും കണ്ടുവാ. പുണ്യാരാരിരോ തങ്കമാരാരിരോ. അടിപൊളി. ഇനി അടുത്ത കമന്റ് എന്ന് പറയുന്നത്,
സ്നേഹ നന്ദനത്തിലെ സോങ് പാടിയിട്ടുണ്ടായിരുന്നു. നന്ദനത്തിലെ അത് ഭയങ്കരമായിട്ട് ആൾക്കാരെ ഏറ്റെടുത്ത ഒരു സോങ് ആയിരുന്നു. അതേപോലെ അപ്പൊ അതിന്റെ ഒരു കമന്റ് ആണ്, ദ ലാസ്റ്റ് പോർഷൻ വാസ് സോ ഇമോഷണൽ ആൻഡ് ആക്യുസേറ്റ്. ഭയങ്കര ആ ഒരു ലാസ്റ്റത്തെ ആ കൃഷ്ണ എന്നുള്ള ആ ഒരു ഭാഗം ഇനി പാടാവോ നമുക്ക് വേണ്ടി? ഞാൻ അത് അത്ര വലിയൊരു ടാസ്ക് വേണമായിരുന്നു എന്നാണോ ആ ഒരു എക്സ്പ്രഷനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? പക്ഷെ നമുക്ക് കേൾക്കാം. എന്തായാലും ഇത്രയും നല്ലൊരു കമന്റ്സ്, അതിന് ഒരുപാട് കമന്റ്സ് ഉണ്ട്. കൃഷ്ണന്റെ ശരിക്കും ആ ഒരു ഉൾക്കൊണ്ട്, ആ ഒരു ഭക്തിയൊക്കെ ഉൾക്കൊണ്ടാണ് പാടിയിട്ടുള്ളത് എന്നുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട്. എല്ലാം കൂടി വായിക്കാനായിട്ട് നമുക്ക് പോരില്ല, തികയില്ല നമുക്ക് ഈ ഒരു എപ്പിസോഡ് തന്നെ തികയാണ്ടോ. അപ്പൊ സ്നേഹ അതൊന്ന് കേൾക്കാം നമുക്ക്. ഞാനെന്നിരിനാളമണയാതിരിച്ചും നീറും നെഞ്ചക അഖിലായി പുകച്ചും, ഞാനെന്നിരിനാളം അണയാതിരിച്ചും നീറും നെഞ്ചക അഖിലായി പുകച്ചും, വാടും കരൾ തടം കണ്ണീരാൽ നനച്ചും, നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണനേ, നൊമ്പരമറിയുമോ ശ്യാമവർണ്ണ, കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ കൃഷ്ണ 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 കൃഷ്ണ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ. നേരത്തെ എനിക്ക് ശരിക്കും എന്താ പറയാ, രോമാഞ്ചം ഒക്കെ വന്നിട്ട് അതാണ് പെട്ടെന്ന് കൈയടിച്ചത്. കഴിഞ്ഞിട്ടില്ല. ഓ അടിപൊളി, രക്ഷയില്ല. ശരിക്കും കൃഷ്ണനൊക്കെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫീലൊക്കെ തോന്നുന്നു എനിക്ക്. അടിപൊളി കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത കമന്റിലേക്ക് പോവാം. ഇത് ഫുള്ളൊന്നും പാടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്തൊരു കമന്റ് ആണ്. 2 വർഷം മുന്നേ 1ാം സീസണിലെ വേദിയിൽ കാർമുകിൽ വർണ്ണന്റെ രാജഹംസമേ എന്നീ പാട്ടുകൾ കേട്ട് മറക്കാനായിട്ടില്ല സ്നേഹരെ പാട്ടൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിന്. അപ്പൊ ആദ്യത്തെ സീസണിലെ പല കുട്ടികളെ കണ്ടെങ്കിലും പ്രതിഭാശാലിയായ സ്നേഹയെ 2ാം സീസണിൽ കണ്ടില്ല. അധികൃതർ ക്ഷണിക്കാഞ്ഞിട്ടാണോ സ്നേഹ വരാത്തത്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വരാനായിട്ട് അസൗകര്യം ഉള്ളത് കൊണ്ടാണോ? ഇതാണ് കമന്റ്. അതിന് എന്താണ് മറുപടി പറയാ? അതിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഒന്നാമത് കുറെ ക്ലാസ് പോയി. അപ്പോ അവിടെ എഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ നമ്മള് എഗ്രിമെന്റ് ഉണ്ടെങ്കിലാണ് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക. അപ്പൊ പിന്നെ ഇത്രയും ക്ലാസ് കട്ടായി. ഇപ്പൊ അടുത്തത് 10th ആയിരുന്നു. അപ്പൊ പിന്നെ വീണ്ടും കുറെ ക്ലാസ് പോവും. അതുകൊണ്ട് നമ്മൾ എഗ്രിമെന്റ് അങ്ങനെ സൈൻ ചെയ്തില്ല. അത് കാരണമാണ് പിന്നെയും സ്നേഹകാരനാണ്. ഇനിയും അപ്പൊ പോവാനായിട്ടൊരു അവസരം അവര് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്നേഹ പോവും. അവര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് ഉറപ്പായിട്ടും പോവും. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ഒരു കമന്റ് ആണ്. എത്ര ഗോൾഡൻ ക്രൗൺ സ്നേഹയ്ക്ക് കിട്ടിയായിരുന്നു? അയ്യോ, എണ്ണിട്ടില്ല എന്നൊക്കെ. എത്ര എണ്ണം കിട്ടി ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. കുറെ കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഒരു 3-4 എണ്ണം അതില് ഈ പാട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ണി ആരാരിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ അതിന്റെ ഇടയ്ക്ക്, അതായത് സെമി ഫൈനലിന് അല്ല, സീതപക്ഷി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1-2 എണ്ണത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രാജഹംസമയൊക്കെ പാടിയിട്ടൊക്കെ നമ്മുടെ ചിത്ര ചേച്ചിനൊക്കെ കാണാനായിട്ട് പറ്റിയോ? ഇല്ല, എനിക്ക് ചിത്രാന്റീനെ കാണണമെന്ന് ഒരാഗ്രഹം, അതെന്റെ വലിയൊരു ആഗ്രഹമാണ്. സാധിച്ചിട്ടില്ല. പക്ഷെ സിത്താരാന്റിയുടെ ഫോണിലേക്ക് ഈ പാട്ട് കേട്ടിട്ട് ചിത്രാന്റി ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് എനിക്ക് ഓർമ്മയുണ്ട്, അതിപ്പോഴും ആ എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തത്. സ്നേഹ എന്നല്ലേ മോളുടെ പേര്. അതൊരു ക്ലിപ്പ് ഉണ്ട് അതിന്റെ. അപ്പൊ അത് എനിക്ക് ഇപ്പോഴും കേൾക്കുമ്പോ ഭയങ്കര ഇതാണ്. മോൾക്ക് എന്റെ ഒരു ഉമ്മ കൊടുക്കണേന്നൊക്കെ പറഞ്ഞിട്ട്, അത് ശരിക്കും പാടിയ ആളുടെ കയ്യിൽ നിന്ന് ഉള്ളൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണല്ലേ അത്. ശരിക്കും ആ ഒരു പാട്ട് പാടിയിട്ടുള്ള ഒരാള് നമ്മളെ വിളിക്കല്ലെങ്കിലും
ഒരു വേറെ ഒരാളുടെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണല്ലേ. ശരിക്കും പറഞ്ഞ ഒരു സെലിബ്രിറ്റി മൂഡല്ലേ ശരിക്കും. ഇപ്പൊ എങ്ങനെയാണ് ഒരു എല്ലാവരും കാണുമ്പോ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ ആ സ്നേഹകുട്ടിയല്ലേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടോ ആളുകൾക്ക്? ആ സമയം, അതായത് ഞാൻ ടോപ്പ് സിംഗറിലുള്ള സമയത്ത് ഒരു അങ്ങനെയായിരുന്നു. ആളുകൾ കാണുമ്പോ ഫോട്ടോ എടുക്കാനൊക്കെ വരും, സ്നേഹക്കുട്ടിയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് വരും. ഇപ്പൊ പക്ഷെ ആൾക്കാരെ ഇങ്ങനെ കുറെ നേരം നോക്കും. ഞാൻ വലുതായില്ലോ, അവനെ നോക്കും, വലിയ കുട്ടിയായി, നല്ല പരിചയം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ TV ചാനലിലുണ്ടോ അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു ടോപ്പ് സിംഗർ. ഓ രാജഹംസം എപ്പോഴും ആ ഒരു പാട്ട് പറഞ്ഞിട്ട് ആ കരഞ്ഞ കുട്ടിയില്ലേ കൃഷ്ണനെ വിളിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ട് ഇമോഷണൽ ഒരു ശരിക്കും ആ ഒരു എപ്പിസോഡ് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു അല്ലേ. അപ്പൊ ഇത്രയൊക്കെയാണ് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കമന്റ്സുകളൊക്കെ ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ ആ ഒരു ടാസ്ക് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് തിരിച്ച് നമ്മുടെ ഔസേപ്പിച്ചൻ സാറിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ചോദിച്ചായിരുന്നു. ഔസേപ്പിച്ചൻ സാറായിട്ടൊക്കെ എങ്ങനെയാണ് ആ ഒരു ബോണ്ട്? ആ ഗോൾഡ് കോയിൻ മൂവിയിലേക്ക് പോകുമ്പോ ഔസേപ്പച്ചൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സാറായിരുന്നു പാട്ടൊക്കെ എങ്ങനെയാ പാടണ്ടേന്ന് ഞങ്ങൾക്ക് പറഞ്ഞൊക്കെ തന്നത്. കറക്റ്റ് ഇങ്ങനെ പഠിപ്പിച്ച് തന്നിട്ടാണ് ഞങ്ങള് പാടിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ ടോപ്പ് സിംഗറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ജഡ്ജായിട്ട്. എന്റെ 2-3 പാട്ടിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഔസേപ്പച്ചൻ സാർ പറഞ്ഞു, ഈ കുട്ടി എന്റെ ഫിലിമില് പാടിയിട്ടുണ്ട്, എനിക്കറിയാം. ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ പറഞ്ഞു, എന്നെ അറിയണ പോലെ സാറ് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര അത്രയും ചെറുപ്പത്തിലെ കണ്ടിട്ട് ഇപ്പോഴും മറക്കാണ്ട്. അപ്പൊ ഇപ്പോഴും ഈ അടുത്ത് കാണുമ്പോഴും അങ്ങനെ ഔസേപ്പച്ചൻ സാറിനോട് പറയും സ്നേഹമില്ലേ എന്ന് ചോദിക്കും. അതൊരു ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് സാറ്. സാറിന്റെ കൂടെ റെക്കോർഡിംഗ് സെക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ചെറിയ കുട്ടിയായിരുന്നു. അപ്പോ പാട്ട് ഇങ്ങനെ പഠിച്ചു വരുന്ന സമയമായിരുന്നു. അപ്പോ അതില് ഏറ്റവും ചെറുത് ഞാനായിരുന്നു. പിന്നെ എന്നെക്കാളും കുറച്ച് വലിയ കുട്ടികളായിരുന്നു. അപ്പൊ എനിക്ക് നന്നായിട്ട്, എനിക്ക് തന്നെയല്ല ഞങ്ങള് പാടിയ എല്ലാ കുട്ടികൾക്കും സാറ് നന്നായി പറഞ്ഞു തന്നു. പിന്നെ അതിന്റെ ലിറിക്സ് എഴുതിയ അങ്കിള് റഫീഖ് അഹമ്മദ് അങ്കിള്, അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ടീവ് ആയിരുന്നു ആ പാട്ട് ചെയ്യാൻ. അപ്പൊ സ്നേഹയുടെ അപ്കമിങ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാ? അപ്കമിങ് പ്രൊജക്ട്സ് എന്ന് പറയുമ്പോൾ 2 ആൽബം സോങ് ഇറങ്ങാനുണ്ട്. 3 ഇറങ്ങാനുണ്ട്. 3 ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്. ഫ്യൂച്ചർ പ്ലാൻസ് ഫ്യൂച്ചറിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ആ സമയത്ത് എന്താ +2 കഴിഞ്ഞിട്ട് എന്താ തോന്നണെന്നുണ്ടെങ്കിൽ ചിലപ്പോ മ്യൂസിക് എടുക്കും, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും നല്ല കോഴ്സുകൾ എടുത്തിട്ട് അങ്ങനെയാണ്. ഇനി തുടർന്ന് എന്തായാലും പഠിക്കാനായിട്ട് പോവാൻ തന്നെയാണ്. മ്യൂസിക്കിന് എന്തായാലും കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കാൻ പോകാനായിട്ട് അതിന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ സ്നേഹ ചെറുപ്പം മുതലേ പാട്ടൊക്കെ പഠിക്കുന്നതാണ്. ആരുടെ അടുത്തായിരുന്നു പാട്ട് പഠിക്കണ്ടായിരുന്നൊക്കെ? ആദ്യമായിട്ട് പാട്ട് പഠിക്കാൻ അങ്ങനെ വിടണം എന്നുണ്ടായിരുന്നു. പക്ഷെ വയസ്സ് ഉണ്ടായിരുന്നില്ല. ഒരു 8 വയസ്സ് തൊട്ടൊക്കെയാണ് കർണാട്ടിക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചെറുപ്പത്തിലെ എന്തോ ഒരു ഫാൻസി ഡാൻസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഡ്രസ്സ് നമ്മള് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ എങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോ അവിടെ പാട്ട് പഠിപ്പിക്കണ ഒരു അക്കാഡമി ഉണ്ട്, അങ്ങനെ അറിഞ്ഞു. അപ്പൊ അവിടെ തോമസ് അച്ഛനെയാണ് ആദ്യമായിട്ട് കണ്ടത്. അപ്പൊ അച്ഛൻ പറഞ്ഞു, അച്ഛൻ എന്നെ ഒരു പാട്ട് പാടിപ്പിച്ചു. അപ്പൊ പറഞ്ഞു നന്നായി പാടുണ്ട് മോള്. അപ്പൊ അമൽ ആന്റണി എന്ന് പറയുന്ന സാറിന്റെ അടുത്തേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അമൽ ആന്റണി സാറിന്റെ അടുത്താണ് ആദ്യമായിട്ട് പാട്ട് പഠിക്കുന്നത്. അതെയോ? അങ്ങനെ സാറിന്റെ അടുത്തേക്ക് എത്തി. പിന്നെ അപ്പൊ സാറാണ് എന്നെ കുറെ നാള് ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ടോപ്പ് സിംഗറിലേക്ക് പോയപ്പോ പാട്ട് പഠിക്കണില്ല. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യണം. പഠിത്തത്തിലേക്ക് ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത കാരണമാണ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഗ്യാപ്പൊക്കെ ഫിൽ ചെയ്ത് ഇനി തിരിച്ചു വരും സ്നേഹ. അതെ, എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. സ്നേഹര ആ ഒരു വരവിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ശരിക്കും. ഇത്ര നല്ലൊരു വോയിസ്, ശരിക്കും ഇനിയും ഒരുപാട് പാട്ടുകൾ ഈ വോയിസിൽ നിന്ന് കേൾക്കാനുണ്ട്. അപ്പൊ ഇന്ന് എന്നോടൊപ്പം വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാണ്ടായത് നമ്മുടെ സ്വന്തം സ്നേഹക്കുട്ടിയായിരുന്നു. സ്നേഹ ഒരുപാട് പാട്ടുകൾ നമ്മൾക്ക് വേണ്ടി പാടി തന്നു. അപ്പൊ ഇനിയും ഒരുപാട് വേദികൾ കിട്ടട്ടെ. നല്ലൊരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള നിലയിൽ സ്നേഹ ഉയർന്നു വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു സോ മച്ച്.